ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ വിയറ്റ്നാം കംബോഡിയ യാത്രയുടെ മൂന്നാമത്തെ ഭാഗമാണ് ഇതത്. തേർഡ് പാർട്ടാണ് ഈ വീഡിയോയിലുള്ളത്. ഞാൻ രണ്ടാമത്തെ പാർട്ട് ഇട്ടതിന് ശേഷം കുറേ സമയമെടുത്തു ഈ തേർഡ് പാർട്ട് വരാൻ വേണ്ടി. അതിനിടയിൽ ഞാനൊരു ഫാമിലി ട്രിപ്പ് ചെയ്തിരുന്നു, സിംഗപ്പൂർ, മലേഷ്യ. അതുകൊണ്ടാണ് ഇത്ര ഒരു ഗ്യാപ്പ് ഉണ്ടായത്. മൂന്നാം ഭാഗം വരാൻ സ്വല്പം ഗ്യാപ്പ് ഉണ്ടായത് അതുകൊണ്ടാണ്. നമ്മുടെ ഭാഗം 2 നമ്മൾ അവസാനിപ്പിച്ചത് ആ ക്രൂയിസിൽ ഡിന്നറോട് കൂടിയായിരുന്നല്ലോ നമ്മൾ അവസാനിപ്പിച്ചത്. ഇത് ഈ എപ്പിസോഡ് തുടങ്ങുന്നത് പിറ്റേ ദിവസം രാവിലെ നേരം പുറത്തപ്പോൾ കണ്ട കാഴ്ചകളുമായിട്ടാണ് ഞാൻ വരുന്നത്. വിശദമായിട്ടുള്ള കാഴ്ചകളുമായിട്ടാണ് വരുന്നത്. ശാന്തമായി കിടക്കുന്ന ഈ ജലാശയം, അതിൽ ഒരുപാട് ക്രൂയിസുകൾ വന്ന് ആങ്കറിട്ട് കിടപ്പുണ്ടായിരുന്നു. രാത്രിയിലെ ടൂറിസ്റ്റുകളെല്ലാം ഞങ്ങളെപ്പോലെ തന്നെ മറ്റുള്ളവർ ഒരുപാട് പേരുണ്ടായിരുന്നു. രാവിലെ നേരം വെളുത്തതിന് ശേഷം, പ്രഭാതത്തിന് ശേഷം ഈ ചെറുതായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഏതായാലും ഒരു 7-7:15 തന്നെ ഇതിൻ്റെ മേളത്തെ ഫ്ലോറിൽ വന്ന്, തേർഡ് ഫ്ലോറിൽ വന്ന് കാഴ്ചകൾ ചിത്രീകരിക്കാൻ തുടങ്ങി. നമ്മളെപ്പോലെ തന്നെ ആങ്കറിട്ട് കിടന്നിരുന്ന മറ്റൊരു ഷിപ്പാണ് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞ് അറിയിക്കാന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. വാക്കുകൾക്ക് അതീതമാണ്. അത്ര മനോഹരമാണ് ഇവിടുത്തെ പ്രകൃതി. ഇവിടെ ശരിയാക്കി വെച്ചിരിക്കുന്ന കാഴ്ചകൾ, നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി കാഴ്ചകൾ വെച്ചിരിക്കുന്നത് അത്ര മനോഹരമാണ്. മനോഹരം എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ടൊന്നും ആയില്ല. അതിനേക്കാൾ അപ്പുറം എന്തെങ്കിലും വാക്കുകളുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഓരോ സീനും ഓരോ നിമിഷവും നമ്മളിങ്ങനെ ആകാംക്ഷാഭരിതരായിട്ട് അല്ലെങ്കിൽ അതിശയത്തോടുകൂടി തന്നെ ഇങ്ങനെ ഇരിക്കും. ഇതെങ്ങനെ നിർമ്മിക്കപ്പെട്ടു? അവിടാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് മുഴുവൻ വരുന്നത്. ഇത് എങ്ങനെ നിർമ്മിക്കപ്പെട്ടു? അതായത് ഇതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോയപ്പോൾ മനസ്സിലായത് ഇതെല്ലാം ചുണ്ണാമ്പ് കല്ലുകൊണ്ടാണ്. ചുണ്ണാമ്പ് കല്ലെന്ന് പറഞ്ഞാൽ അതിസ്ട്രോങ് ആയിട്ടുള്ളതാണ് ചുണ്ണാമ്പ് കല്ല് ഇരിക്കുന്നത്. വെള്ളത്തിൽ അരിഞ്ഞു പോകാതിരിക്കത്തക്ക രീതിയിലുള്ള അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ളതാണ് ഈ കാണുന്ന ദ്വീപുകളെന്ന് വേണം പറയാം. ആയിരക്കണക്കിന് ദ്വീപുകളാണ് ചുറ്റും കാണുന്നത്. അത് പ്രകൃതി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മലകൾ. ദ്വീപുകളിൽ നിന്ന് സമനിലപ്പുള്ള ഇതല്ല, ദ്വീപല്ലത്, മലകളാണ്. ഈ മലകളെല്ലാം ചുണ്ണാമ്പ് കല്ലിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന് ഒരു ഉദാഹരണം ചുണ്ണാമ്പ് കല്ലിനെ കുറിച്ച് പറയണമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ, അതായത് നമ്മുടെ കേരളത്തിലെ മുല്ലപ്പെരിയാർ ഡാം, അതിൻ്റെ നിർമ്മിതിയിൽ തുർക്കിയിൽ നിന്ന് ചുണ്ണാമ്പ് കല്ല് കൊണ്ടുവന്നാണ് അതിൻ്റെ പണികൾ മിക്കവാറും ഒക്കെ നടത്തിയിരിക്കുന്നതെന്ന് അതിൻ്റെ ഹിസ്റ്ററിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര കാലപ്പഴക്കമായിട്ടും അതിന് യാതൊരു കേടുമില്ലാതെ ഇരിക്കുന്നതെന്ന് നമുക്ക് വിശ്വസിക്കാം. ഒരു കണക്കൂട്ടിൽ നമുക്ക് വിശ്വസിക്കാം. കണ്ടോ എത്ര മനോഹരം! പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നേരിൽ കണ്ടതെങ്കിൽ തന്നെ അതെങ്കിൽ മാത്രമേ നമുക്കിത് പൂർണ്ണമായിട്ടും അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങളെല്ലാം ഇതിൻ്റെ സൈഡിലും തൊട്ടടുത്തും പോയി. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ക്രൂസ് അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് ആഴക്കുറവായിരിക്കും. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അതിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാത്തത്. പക്ഷേ ഇതിനൊരു ബേബി ബോട്ടുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചില്ല, നമ്മൾ ആ പോർട്ടിൽ നിന്നും ഈ ഷിപ്പിലേക്ക് വരാൻ വേണ്ടി ഒരു ഫെറി ഉപയോഗിച്ചത്, അതായത് ബേബി ബോട്ട്. ആ ബേബി ബോട്ടിൽ വേണം നമുക്ക് ഇതിൻ്റെ അടുത്തൊക്കെ പോകാനും. അപ്പോൾ ഇന്നൊരു പ്രത്യേക കാഴ്ചയുണ്ട്. അവിടെ ഒരു കേവ് ഉണ്ട്, ഒരു പ്രധാനപ്പെട്ട ഒരു കേവ് ഉണ്ട് അവിടെ. ആ ഗുഹയുടെ പേര് ലുവോൺ ഗുഹ എന്നാണ് അറിയപ്പെടുന്നത്. അത് ബോഹോൺ എന്ന ഒരു ദ്വീപിലാണ് ആ ഗുഹ ഉൾക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രവേശന കവാടം, അതായത് അതൊരു കവാടം പോലെയാണ് അതിരിക്കുന്നത്. കവാടം നമ്മൾ എത്തിച്ചേരുന്ന കറങ്ങി അപ്പുറത്ത് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഒരു തടാകമുണ്ട്. 1 കിലോമീറ്റർ ചതുരശ്ര മീറ്റർ, 1 കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു തടാകമുണ്ട്. ആ തടാകത്തിലേക്കാണ് നമുക്ക് ഇന്ന് പോകേണ്ടത്. ഈ ഗുഹയുടെ കവാടത്തിൽ കൂടെ പ്രവേശിച്ച് വേണം ആ തടാകത്തിലെത്താൻ. ഞാൻ പറഞ്ഞല്ലോ, ആ തടാകത്തിൽ എത്തണമെങ്കിൽ വേലിയേറ്റം വേലിയിറക്കം ഒരു പ്രധാന ഘടകമാണ്. വേലികയറ്റ സമയത്താണെങ്കിൽ ചെറിയ ബോട്ടുകൾ പോലും കയറത്തില്ല. ആ സമയത്തെല്ലാം കയാക്ക ഉപയോഗിച്ചിട്ടുള്ള മാത്രമേ അതിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ വേലി ഇറക്ക സമയത്താണെങ്കിൽ നമ്മുടെ ഈ ബേബി ബോട്ട് അകത്തേക്ക് കയറും. ആ സമയത്ത് നമുക്ക് അകത്ത് ഈ ബേബി ബോട്ടിൽ പോയി എല്ലാം കാണാൻ പറ്റും. അതും നമ്മൾ ഷിപ്പിൽ നിന്ന് കൊണ്ടുവന്ന ആ ബേബി ബോട്ടിൽ പറ്റത്തില്ല. അത് ഒരു സ്ഥലത്ത് ബാർജി കൊണ്ടുവന്ന് ആങ്കർ ചെയ്തിട്ടതിന് ശേഷം ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റിയ രീതിയിലും പൊക്കക്കുറവുള്ള ചെറിയ ഒരു ബോട്ടിലേക്ക് ഞങ്ങൾ ട്രാൻസ്ഫർ ആവും. ആ ട്രാൻസ്ഫർ ആയിട്ട് വേണം തിരിച്ച് ആ ഗുഹയ്ക്കുള്ളിൽ നമുക്ക് കയറാനുള്ളത്. അതാണ് ഇന്നത്തെ പരിപാടി. ഇന്നത്തെ ഞങ്ങളുടെ ലിസ്റ്റിലുള്ള പ്രധാന പരിപാടി അതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ഷിപ്പ് ക്രൂസ്
സ്വല്പം കൂടി അടുപ്പിച്ച് ഈ ഗുഹയിലേക്ക് പോകാനുള്ള വഴിയുടെ ഭാഗത്ത് കൊണ്ടുവന്ന് ആങ്കറിട്ട് ഇടും. അതിനുശേഷമായിരിക്കും ഞങ്ങൾ അതിൽ നിന്ന് യാത്ര തിരിക്കുന്നത്. ആദ്യം നമ്മുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഫെറിയിൽ പോവും. ഫെറിയിൽ ചെന്നിട്ട് ഒരു ബാഡ്ജ് ഉണ്ട്, അവിടെ പോയി ഞങ്ങൾ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് വീണ്ടും ചെറിയ ബോട്ട്, കുറഞ്ഞ ഒരു 15-20 പേർക്ക് മാത്രം കയറാവുന്ന ചെറിയ ബോട്ടും അവരുടേതായിട്ടുള്ള ഒരു ഗൈഡും കാണും. അങ്ങനെയാണ് ഞങ്ങൾ ആ ഗുഹയിലേക്ക് പ്രവേശിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം, ആ ഭാഗങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പോഴും ഷിപ്പിൽ തന്നെയാണ്, എങ്കിൽ നമ്മൾ കാണാൻ പോകുന്ന ഭാഗത്തെക്കുറിച്ച് ചെറിയ വിശദീകരണം തന്നതേ ഉള്ളൂ. ഞങ്ങളുടെ ഗൈഡ് തോമസ്, ഞാൻ നേരത്തെ രണ്ടാമത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ പേര് ഉച്ചരിക്കാൻ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അദ്ദേഹം മനസ്സിലായിക്കൊണ്ട് ഈസി ആയിട്ടൊരു പേര് സ്വയം സൃഷ്ടിച്ചാണ് തോമസ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെ കാര്യമായിട്ട് നടക്കും. ഈ പ്രദേശത്തെ കുറിച്ചുള്ള വർണ്ണനയാണ് അദ്ദേഹം തരുന്നത്. അത് കറക്റ്റായിട്ട് റെക്കോർഡ് ആയില്ല, അതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അല്ലെങ്കിൽ ലൈവായിട്ട് ആ സംഭാഷണങ്ങളൊക്കെ തന്നെ. എന്തായാലും ഈ ഭാഗങ്ങളെല്ലാം വളരെ പ്രിറ്റിയാണെന്നും വളരെ സൗന്ദര്യമുള്ളതാണെന്നും എല്ലാം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ സന്ദർശിക്കുന്നുണ്ട് എന്ന് മറ്റുമാണ് അദ്ദേഹം പറഞ്ഞത്. അതിലൊരു കൂട്ടർ മാത്രം നമ്മൾ. ഇദ്ദേഹത്തിന് നമ്മളെ നാളെ ഇതിൽ നിന്ന് ഡിസംബർക്ക് ആയിക്കഴിഞ്ഞാൽ മറ്റന്നാളും ഇദ്ദേഹത്തിന് ഇതുപോലെ ക്രൂയിസിൽ ആളിനെ കൊണ്ടുവരികയും ഇവിടെ തന്നെ വരികയും ഉള്ള പരിപാടികളൊക്കെ ഉണ്ട്. മാസത്തിൽ കുറഞ്ഞത് 13-14 പ്രാവശ്യം അല്ലെങ്കിൽ 15 പ്രാവശ്യമൊക്കെ ഈ തടാകത്തിൽ അദ്ദേഹം വരുന്നുണ്ട്. ഇങ്ങനെയുള്ള വിശദീകരണങ്ങളൊക്കെയാണ് അദ്ദേഹം തന്നത്. കാണുന്നുണ്ടല്ലോ ദൂരെ കാണുന്ന ആ മലകൾ. നൂറുകണക്കിന് ക്രൂയിസുകളാണ് വന്ന് ആങ്കറിട്ട് കിടക്കുന്നത്. ആ കൂട്ടത്തിലൊന്നും നമ്മളും. ഇത് 3rd ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ആണ് കാണുന്നത് നമ്മുടെ ക്രൂയിസിന്റെ. എനിക്കെപ്പോഴും അറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആകാംക്ഷയാണ്, അല്ലെ അതിശയമാണ് കാണുന്നത്. ഇതേത് രീതിയിൽ ഇവിടെ ഉത്ഭവപ്പെട്ടു, അതുപോലെ തന്നെ ഇത് യാതൊരു കേടുപാടും കൂടാതെ നിൽക്കുന്നു. ഇതൊക്കെയാണ് എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത്. മറ്റൊരു കാര്യം, 1994 യുനെസ്കോ അതിൻ്റെ പൈതൃക പട്ടികയിൽ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോക അത്ഭുതങ്ങൾ 7 ആദ്യം ഡിക്ലെയർ ചെയ്തെങ്കിലും ഇതിനെയും ലോകാത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്താം എന്ന് വോട്ടിട്ട് ജയിച്ചിട്ടുമുണ്ട്. യുനെസ്കോയിൽ പൈതൃക പട്ടികയിൽ ഇതിനെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഞങ്ങളുടെ കൂടെ കമ്പനിയുടേതായിട്ട് നേരിട്ട് വന്ന ഗൈഡാണ് ആ നിൽക്കുന്നത്, മിസ്റ്റർ ഡെൻസിൽ. വളരെ സൗമ്യനായ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഗൈഡ് പറഞ്ഞു തരും, എങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ടും കുറച്ച് വിശദീകരണങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു. ഇത് ഷിപ്പിൻ്റെ കോറിഡോർ. നമുക്കൊക്കെ താമസിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന മുറികളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ഇടനാഴി. എൻ്റെ മുൻപുള്ള ചിത്രങ്ങളിൽ നിങ്ങൾക്ക് എപ്പിസോഡുകൾ അല്ലെങ്കിൽ വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്ക് ഇതുപോലെ ഒരു സീൻ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. 2019 ഞാനൊരു ഷിപ്പ് ദുബൈക്ക് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് ബോംബെ വന്ന് ബോംബെയിൽ നിന്നും ദുബൈയിലേക്കുള്ള ഒരു ഷിപ്പ് യാത്ര നടത്തിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോകൾ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അന്നും ഇതുപോലെ ഏകദേശം ഇതേ സമാനമായിട്ടുള്ള കോറിഡോറും വിശദീകരണങ്ങളൊക്കെ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർ വന്ന് അവരുടെ അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് റൂമിലേക്ക് പ്രവേശിക്കാൻ ഓരോരുത്തർ വന്ന് അവരവർക്ക് തന്നിട്ടുള്ള അലോക്കേറ്റ് ചെയ്തിട്ടുള്ള റൂമിലേക്ക് പ്രവേശിക്കാനാണ് പോകുന്നത്.
വിയറ്റ്നാമിൻ്റെ വടക്ക് കിഴക്കൻ പ്രവിശ്യയിലുള്ള ഒരു സ്ഥലമാണ് ഈ ഹലോങ് ബേ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ ഹലോങ് ബേ. തുടർന്നുള്ള ഭാഗങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.